ജൂൺ 8 പെന്തക്കോസ്ത ഞായറാഴ്ച. ഇന്ന് പെന്തക്കോസ്ത ഞായറാഴ്ചയാണ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ. പെന്തക്കോസ്ത എന്ന പദം 50 എന്നർത്ഥമുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഉയിർപ്പ് തിരുനാൾ കഴിഞ്ഞ് 50-ാം ദിവസത്തെ ആഘോഷമാണ്. യഹൂദന്മാർ ആഘോഷിച്ചിരുന്ന ഷാവൂട്ട് ഉത്സവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് അത് ഈസ്റ്ററിന് ശേഷമുള്ള 50-ാം ദിവസമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന നിമിഷമാണിത്. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് 10 ദിവസത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ഒരു ശക്തമായ കാറ്റിൻ്റെ പ്രവാഹം പോലെ അപ്പോസ്തലന്മാരുടെ മേൽ വന്നു. തീ പോലുള്ള നാവുകൾ അവരുടെ തലയിൽ നൃത്തം ചെയ്തു. ആത്മാവ് അവർക്ക് ഉച്ചരിച്ച് നൽകിയതുപോലെ അവർ അന്യഭാഷകളെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോസ്തലന്മാർ സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് എല്ലാ ജനതകളിൽ നിന്നുമുള്ള ആളുകൾ അത്ഭുതപ്പെടുകയും അവർ അന്ന് മാനസാന്തരപ്പെടുകയും ചെയ്തു. ഏതാണ്ട് 3000-ലധികം ആളുകൾ ക്രിസ്തുവിലേക്ക് സ്നാനമേറ്റു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്ന് അപ്പോസ്തലന്മാർ തന്നെയാണ്. യഹൂദന്മാർ ഭയന്ന് വാതിലിന് പിന്നിൽ കതകടച്ചിരുന്നവർ പെട്ടെന്ന് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുകയും അവരുടെ മേൽ നിശ്വസിക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടികഥയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പ്രവൃത്തി. മനുഷ്യരാശിയുടെ ആരംഭത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ദൈവം ആദാമിനും ഹവ്വായ്ക്കും ജീവൻ നൽകുന്നത് അവർക്ക് ശ്വാസം നൽകിയാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ മേൽ ഒരു പുതിയ ശ്വാസം, ഒരു പുതിയ സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന, പുതുക്കുന്ന ശക്തിയായ പരിശുദ്ധാത്മാവ് ആഴത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞ ഉടനെ എന്ത് നാടകീയമായ മാറ്റമാണ് അപ്പോസ്തലന്മാരിൽ വന്നതെന്ന് ഇന്നത്തെ 1-ാമത്തെ വായന നമ്മോട് പറയുന്നു. ഒരിക്കൽ ഭീരുക്കളായിരുന്ന ഈ സംഘം ഇപ്പോൾ യേശുവിൻ്റെ സുവിശേഷം പ്രഖ്യാപിക്കാൻ ധൈര്യത്തോടെ പുറത്തേക്ക് വരുന്നു. മുമ്പ് ഭയത്താൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇപ്പോൾ മുഖ്യ പുരോഹിതന്മാരുടെയും നേതാക്കളുടെയും മുമ്പാകെ ധൈര്യത്തോടെ നിൽക്കുന്നു. ഒരു പുതിയ ധൈര്യം അവർക്ക് ലഭിച്ചു. പത്രോസിനെ പോലെ അവരെല്ലാം ഭയത്തിൽ നിന്ന് നിർഭയമായ പ്രവർത്തനത്തിലേക്ക് രൂപാന്തരപ്പെട്ടു. യേശുവിനെ കർത്താവും രക്ഷകനുമായി പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് ഇനി അവരെ തടയാൻ യാതൊരു ശക്തിക്കും കഴിയില്ല. ഇന്ന് നമ്മൾ നമ്മുടെ സഭയ്ക്ക് വേണ്ടി കർത്താവിനോട് നന്ദി പറയുന്നു. ഇന്ന് സഭയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം കേൾക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന മഹത്തായതും അതിശയകരവുമായ അത്ഭുതങ്ങളിലൂടെ കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് വീണ്ടും വരുന്ന സ്ഥലമാണ് തിരുസഭ. വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങളിലൊന്ന് ശാലോം അല്ലെങ്കിൽ സമാധാനം ആണ്. പുനരുദ്ധാനത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ എപ്പോഴും അവർക്ക് സമാധാനം ആശംസിച്ചു. ഹെബ്രായ ഭാഷയിൽ ശാലോം വെറും സമാധാനം മാത്രമല്ല, അത് ഒരു വ്യക്തിയുടെ ക്ഷേമവും ജീവിതത്തിൻ്റെ പൂർണ്ണതയും ജീവിതം വാഗ്ദാനം ചെയ്യുന്നതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ
നമുക്ക് ദൈവവുമായും മറ്റുള്ളവരുമായും നല്ല ബന്ധമുണ്ടായിരിക്കണം. ക്ഷമ സമാധാനത്തിലുള്ള ഒരു അനിവാര്യ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ക്ഷമിച്ചാൽ അവ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരിൽ നിന്ന് ക്ഷമ തടഞ്ഞാൽ അത് തടയപ്പെട്ടിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് സമാധാനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.